നിറങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കുന്നവനാണ് ശില്പി. സെപ്റ്റംബർ 7 വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഇന്നേ ദിവസം തന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലവും വ്യത്യസ്തമാണ്. ഒരു വ്യത്യസ്തമായ വാർത്തയുമായിട്ടാണ് ഷെക്കന ന്യൂസ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എൻ്റെ പുറകിലായി നിങ്ങൾ കാണുന്ന ഈ കാർലോ അക്വിറ്റസിൻ്റെ രൂപം ഇന്നിവിടെ സൃഷ്ടിച്ചത് ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മറ്റാരുമല്ല, എന്നോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രവീൺ പുത്തൻപുരയിൽ അച്ഛനാണ്. വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ പ്രതിമ ഇന്നിവിടെ വെഞ്ചരിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ശില്പി ബഹുമാനപ്പെട്ട അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അച്ഛാ, എന്താണ് ഇങ്ങനെയൊരു ശില്പം ഇവിടെ ഒരു സ്ഥാപിക്കാനുള്ള പ്രചോദനം? അച്ഛൻ ഇതിനു മുൻപേ ഈ ഒരു ആർട്ടൊക്കെ പഠിച്ചതാണോ? ഞാൻ ആർട്ട് ബേസിക്കലി പഠിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും ഞാനിത് ആദ്യത്തെ പ്രതിമയൊന്നുമല്ല. പക്ഷേ കൂടരഞ്ഞിപ്പള്ളിയിൽ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിപ്പള്ളിയിൽ ഒരു സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാലക്കുടിക്കടുത്ത് കനകമലപ്പള്ളിയിൽ ഒരു സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. അത് കൂടരഞ്ഞിപ്പള്ളിയിലെ ഫിയാത്ത അല്ലേ? കൂടരഞ്ഞിപ്പള്ളിയിലെ ഫിയാത്ത ഞാൻ ചെയ്തതാണ്. പിന്നെ ഇത് ക്ലിൻ്റച്ചൻ ആവശ്യപ്പെട്ടത് പ്രകാരം, അതോടൊപ്പം ഇത് ഇന്ന് വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ അന്ന് തന്നെ ഒരു സ്റ്റാച്ചു വെക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു കാരണമാണ്. എനിക്കൊരു അവസരം കിട്ടി എന്നതിലുപരി ഇന്ന് ഒരു വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ അന്ന് തന്നെ ഒരു വിശുദ്ധൻ്റെ സ്റ്റാച്ചു സ്ഥാപിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് സന്തോഷം. കേരളത്തിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വാർത്തയാണ് കാർലോ അക്വിറ്റസിൻ്റെ രൂപം. ഒരു വൈദികൻ തൻ്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അതിനൊരു രൂപം നൽകി ആളുകൾക്ക് വിശുദ്ധ വണക്കത്തിനായി വിട്ടുകൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹീത നിമിഷം. അച്ഛൻ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു സ്റ്റാച്ചു ഇവിടെ നിർമ്മിക്കാൻ അച്ഛന് എടുത്ത സമയം എന്ന് പറയാമോ? നമ്മൾ കൃത്യമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റാച്ചു വർക്ക് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകളെടുത്ത ഒരു വർക്കാണ് കാർലോ അക്വിറ്റസിൻ്റെ. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു മാതൃക നോക്കാൻ അടുത്തൊരു സ്റ്റാച്ചു എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ കിട്ടിയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരെണ്ണം ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് മുഖം കണ്ടപ്പം അത്ര ശരിയായില്ല. പക്ഷെ ഇത് രണ്ടാമത് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഇരുന്ന്, കാരണം നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി സമയം ഇതിനു വേണ്ടി, പക്ഷേ എങ്കിലും നമ്മൾ ചിലവാക്കി സമയം എടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തി തോന്നും. അപ്പോൾ ഇന്നത്തെ ഇത് ചെയ്തപ്പം ഈ അവസാന നിമിഷം ഒരു മാസത്തിനടുത്ത് ഞാൻ ഈ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഞാൻ സമയം എടുത്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചത്? സിമെൻറ്റ് മെഷ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റിൻ്റെ സ്റ്റാച്ചുവാണ്. അച്ഛാ, വിശുദ്ധ കാർലോ അക്വിറ്റസ് യുവജനങ്ങൾക്ക് ഒരു സൈബർ യുഗത്തിലെ പോരാളി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മിക്കുന്നതിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കിയത്. തുടങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത മേഖലയാകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കർത്താവെന്ന് വിളിച്ചു പോകും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റാച്ചു എനിക്ക് വേറൊരു മാതൃക ഇല്ലാതിരുന്നുകൊണ്ടും, പിന്നെ വെക്കുന്നത് ഇപ്പം ഒരുപക്ഷെ ആദ്യത്തെയോ അല്ലെങ്കിൽ ഏറ്റവും ആദ്യകാലങ്ങളിൽ നമ്മൾ വെക്കുന്ന പ്രതിമയായതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കാണ് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ വിശുദ്ധ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ അതൊരു സന്തോഷം എന്നാ വരുന്നത്, നമ്മുടെ വിശുദ്ധൻ അത്യാവശ്യം ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വിശുദ്ധൻ അല്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മീയ മേഖല നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു സാധ്യതയാണ് അല്ലേ. അപ്പോൾ ആർക്കും എപ്പോഴും എങ്ങനെയും ഒരു വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാമെന്നുള്ളൊരു സൂചന അല്ലെ ഒരു പാഠം നമുക്ക് പകർന്നു തന്ന ആളാണ് കാർലോ അക്വിറ്റസ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ കഴിയുക എന്നതും അത് അദ്ദേഹത്തെ വിശുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ പ്രഖ്യാപനം നടത്തുന്ന അതേ ദിവസം തന്നെ അത് സ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ വെഞ്ചരിക്കപ്പെടുക എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് കിട്ടിയ വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലൊരു വൈദികനും, കേരളത്തിലല്ല ലോകത്തിൻ്റെ ഒരു വൈദികനും പോലും ഇല്ലാത്ത ഒരു അനുഗ്രഹമാണ് അച്ഛന് ലഭിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ അത് പറയാൻ സാധിക്കും. അപ്പോൾ ഷെക്കന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഇഷാനൊപ്പം അമലൈ ടോം, കണ്ണൂർ.